സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിസ്മയെ ആരും മറക്കാനിടയുണ്ടാവില്ല. ആ സംഭവം മലയാളികളുടെ മനസ്സിൽ മുറിവായി തങ്ങി നിൽക്കുമ്പോഴാണ് ഡോക്ടർ ഷഹ്നയുടെ മരണവും. വിവാഹം മുടങ്ങിയതാണ് ഷഹ്നയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുടുംബം പറയുന്നു. ഷഹ്ന PG വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് വിവാഹം ഉറപ്പിച്ചിരുന്നുവെന്നും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കം മൂലം വിവാഹം മുടങ്ങിയതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ കുടുംബം നൽകിയിട്ടുമില്ല. കല്യാണത്തിന്റെ ഭാഗമായി വീടിന്റെ പെയിന്റിംഗ് വരെ തുടങ്ങിയിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ കാര്യങ്ങൾ നീങ്ങിയ വീടാണ് ഇപ്പോൾ മരണവീടായി മാറിയിരിക്കുന്നത്. വിവാഹം മുടങ്ങിയതിന്റെ മനോവിഷമത്തിലായിരുന്നു ഷഹ്ന. ഷഹ്നയ്ക്ക് ഡിപ്രഷൻ ഉൾപ്പെടെയുള്ളവ വന്നിരുന്നുവെന്നും സഹോദരൻ പറയുന്നു. ഷഹ്നയുടെ മുറിയിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിലും സാമ്പത്തിക തർക്കങ്ങളെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതും വിരൽ ചൂണ്ടുന്നത് വിവാഹം മുടങ്ങിയതിലേക്കാണ്. അതേസമയം ഷഹ്നയുടെ മരണത്തെക്കുറിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ ബന്ധുക്കൾ തയ്യാറായില്ല. ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. 50 ലക്ഷവും 50 പവനും ഒരു കാറും നൽകാമെന്ന് ഡോക്ടറായ പയ്യന് ഷഹ്നയുടെ വീട്ടുകാർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും ഡോക്ടറായ വരന് പോരായിരുന്നു. വീട്ടിൽ നിന്നും ഫ്ളാറ്റും BMW കൂടിയേ തീരും. 150 പവനും ചോദിച്ചതായാണ് സൂചന. കല്യാണമെല്ലാം ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു. പിന്നാലെയായിരുന്നു പ്രതിസന്ധി എത്തിയത്. ഇതോടെ ഷഹ്ന വിഷാദത്തിലായി. ആ ദുഃഖമാണ് ആ കുട്ടിയുടെ ജീവനെടുത്തത്. ആരോപണ വിധേയനായ ഡോക്ടറുടെ ഫോൺ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഇയാൾ മുങ്ങിയെന്നാണ് സൂചന. PG ഡോക്ടർമാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഈ നേതാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് MBBS പഠിച്ചത്. മെഡിക്കൽ എൻട്രൻസിൽ 7ാം റാങ്കുകാരനായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിലാണ് MBBS പൂർത്തിയാക്കിയത്. അതിനുശേഷം തിരുവനന്തപുരത്ത് PGക്കും കിട്ടി. എല്ലുരോഗത്തിലാണ് തുടർ പഠനം. അങ്ങനെ വിപ്ലവ മുദ്രാവാക്യങ്ങളുമായി സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് വാക്കുകളിലൂടെ മുദ്രാവാക്യം വിളിക്കുന്ന നേതാവാണ് ഡോക്ടർ ഷഹ്നയുടെ മരണത്തിന് ഉത്തരവാദി എന്നതാണ് വസ്തുത. രാഷ്ട്രീയ സ്വാധീനവും ബന്ധങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇയാളെ പോലീസിന് തൊടാനാകില്ലെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഫ്ളാറ്റ് മുറിയിലാണ് അബോധാവസ്ഥയിൽ സർജറി വിഭാഗത്തിലെ PG വിദ്യാർത്ഥിനിയായ ഡോക്ടർ ഷഹ്നയെ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 11:30 സംഭവം. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. വെഞ്ഞാറമൂട് മൈത്രി നഗർ നാസ് മൻസിലിൽ പരേതനായ അബ്ദുൽ അസീസിന്റെയും ജലീല ബീവിയുടെ മകളാണ്. എല്ലാവർക്കും വേണ്ടത് പണമാണ്, എല്ലാത്തിലും വലുത് പണമാണ് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ എഴുതി വെച്ചാണ് ഷഹ്ന ജീവനൊടുക്കിയതെന്ന് മെഡിക്കൽ കോളേജ് പോലീസ് പറഞ്ഞു. രാത്രി ഡ്യൂട്ടിക്ക് കയറേണ്ടിയിരുന്ന ഷഹ്ന എത്താതിരുന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാപ്പ പോയി, എനിക്ക് ആശ്രയമില്ലാതായി, കൊട്ടക്കണക്കിന് സ്ത്രീധനം നൽകാൻ എനിക്ക് ആരുമില്ല, സ്നേഹബന്ധത്തിന് ഈ ഭൂമിയിൽ വിലയില്ല, എല്ലാം പണത്തിന് വേണ്ടി മാത്രമെന്ന് ഷഹ്നയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിലെ വരികളായിരുന്നു ഇത്. അനസ്തേഷ്യ മരുന്ന് വീര്യം കൂടിയ അളവിൽ കുത്തിവെച്ച് ജീവനൊടുക്കിയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. മുറിക്കുള്ളിൽ നിന്ന് മരുന്ന് കുപ്പിയും സിറിഞ്ചും ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെത്തി. ആരോപണ വിധേയനായ പ്രസ്തുത ഡോക്ടറുടെ ഫോൺ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഇയാൾ മുങ്ങിയെന്നാണ് സൂചന. അതേസമയം ഷഹ്നയുടെ മരണത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. സർജറി വിഭാഗം PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹ്നയുടെ ആത്മഹത്യയ്ക്ക് കാരണം സ്ത്രീധനമാണെന്ന ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി വീണ ജോർജ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറോട് നിർദ്ദേശിച്ചത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ ഷഹ്നയുടെ വീട് സന്ദർശിച്ച് മാതാവിൽ നിന്നും സഹോദരനിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് CI ഷഹാനയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. വിവാഹം മുടങ്ങിയതിനെ തുടർന്ന് ഷഹ്ന ദുഃഖിതയായിരുന്നുവെന്ന് കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഡോക്ടർ ഷഹ്നയുടെ മരണം വേദനാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പ്രതികരിച്ചു. സ്ത്രീധനത്തിനെതിരെ പ്രതികരിക്കാൻ പെൺകുട്ടികൾ ആർജവം കാണിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു.